ഗൈസ്, അപ്പം നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു തലവേദന പിടിച്ച ദിവസമാണ്. അപ്പം തലേ ദിവസമേ ചാളയും മേടിച്ച് വന്നിട്ടുണ്ട്. അപ്പം അതൊന്ന് മുളകിട്ട് കൊടുക്കണം. കെട്ടിയൻ്റെ ആഗ്രഹമല്ലേ. കെട്ടിയന് ഇടയ്ക്കിടയ്ക്ക് ഒരേ ആഗ്രഹങ്ങളാണ്. ഈ ഗർഭിണികളുടെ പോലെ എന്ത് ചെയ്യാനാണ്. അപ്പോൾ ആളുടെ ആഗ്രഹം പറഞ്ഞതുകൊണ്ട് നമുക്കിന്ന് ഉണ്ടാക്കി കൊടുക്കാം. അപ്പം ഞാൻ ചാളയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയാണ് ചാള. നല്ല ഫ്രഷ് ആയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ റെസിപ്പിയിലോട്ട് പോവാം. നമ്മളൊരു മൺകലം വെച്ചിട്ടുണ്ട്. അത് ചൂടായപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉലുവയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉലുവ നന്നായിട്ട് പൊട്ടിയിട്ടൊക്കെ ഉണ്ട്. കടുക് പൊട്ടുന്ന ആ ഒരു ഇത് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റൂല. അപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കൊരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിന് ഞാൻ മിക്സിഡ് ജാറയിലോട്ട് ഒരു ചെറിയ സവാള, കുറച്ച് ചുമന്നുള്ളി, പിന്നെ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി നമുക്ക് നന്നായിട്ട് പേസ്റ്റാക്കി അടിച്ചെടുക്കണം. അതും കൂടി നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. നമ്മളെല്ലാ ആരോഗ്യവും കൂടി എടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കൈ എടുക്കാണ്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം ഇത് അടിയിൽ പിടിക്കാൻ പാടില്ല. പിന്നെ ഇതിൻ്റെ പച്ചമണം മാറിയിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വെളിച്ചെണ്ണ തെളിയുന്ന ആ ഒരു പരുവം ഇത് സെറ്റാവണം. എന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കാൻ. അപ്പോൾ ഇതിവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് സെറ്റാവട്ടെ. അപ്പോൾ കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ട് ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്യണമല്ലോ. കുറച്ച് മുളക് പൊടി, അത് നിങ്ങൾക്ക് എന്തോരം ഇടണ്ട അത്രയും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇത് വേണമെന്നുണ്ടെങ്കിൽ. കുറച്ച് മഞ്ഞൾപ്പൊടി, ഞാനിവിടെ ആ ഒരു കയ്യിലിൽ 1.5 ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യണം നമുക്ക്. അപ്പോൾ അതും കൂടി അനുസരിച്ചിട്ട് വേണം മുളക് പൊടി ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ എന്തോരം കുരുമുളക് പൊടി വേണോ അത് അത്രത്തോളം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എരിവ് എന്തോരമാണ് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. എന്നിട്ട് ഇത് കൈ എടുക്കാണ്ട് നന്നായിട്ട് ഇളക്കി നിൽക്കാം. ഇനി ഇതിൻ്റെ ഒരു പൊടികളുടെ ഒരു പച്ചമണം മാറി വരുന്നവരെയും കുറച്ച് സമയം നമ്മൾ ഇളക്കിക്കൊണ്ട് നിൽക്കാം. ഞാൻ 3 കുടപ്പുളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കുടപ്പുളിയാണോ മാങ്ങയാണോ എന്ത് പുളിയാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ നമ്മളെ സവാള തക്കാളിയൊക്കെ അരച്ച മിക്സിയുടെ ജാറയിൽ വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതും കൂടി ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മളിട്ട് ഇളക്കാനൊന്നും നിൽക്കണ്ട. ഇത് തിളച്ച് വരാനുള്ള സമയം നമുക്കിതിന് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. വീഡിയോ കട്ടായി പോയതാണ്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ പുളിയും എരിവും ഒക്കെ കറക്റ്റായിട്ടുണ്ട്. സെറ്റ് അടിപൊളി കറിയായിട്ടുണ്ട്. മീനും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടിപൊളി കറിയാണ് ഗൈസ്. ഇതുപോലെ തയ്യാറാക്കാത്തത് ഉണ്ടാവൂല, ചുരുക്കമാണ്. എന്നാലും ഈ ആദ്യമായിട്ട് കാണുന്ന പിള്ളേരൊക്കെ ഉണ്ടാവുമല്ലോ, അവരിതുപോലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്ക്. എന്നിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ പറയുക, എഴുതിയൊക്കെ അറിയിക്കുക. പിന്നെ ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മളെ കറിക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിതുപോലുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസ് മാത്രമേ നമ്മളെ ചാനലിൽ നമ്മൾ ഇടാറുള്ളൂ. നിങ്ങൾക്കറിയായിരിക്കും. അപ്പോൾ കാണാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം മുതലേ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോയുമായി വീണ്ടും വരാം ഗൈസ്. അതുവരേക്ക് എല്ലാവർക്കും ബൈ.